ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നെയ്ബൂസ് ആൻഡ് നേഴ്സിൻ്റെ ചാനൽ ഒരു കിടിലം സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കസിൻസും എല്ലാവരും കൂടിയിട്ട് ആ സ്ഥലം കാണാൻ പോവുകയാണ്. ഇത് പള്ളുരുത്തിയിലാണ് പാൻറ്റിയുടെ വീട്. പാൻറ്റിയുടെ വീട്ടിൽ വന്നതാണ്. അവിടെ കളത്തറ മില്ലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓയിൽ ഉണ്ടാക്കുന്ന ഒരു മില്ലാണ് കേട്ടോ. പണ്ട് കാലം മുതലേ ഈ മില്ല് ഇവിടെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ആ കളത്തിൽ തന്നെ അടിപൊളി സ്ഥലമുണ്ട്. ബാക്ക് വാട്ടേഴ്സിൽ അടിപൊളി വ്യൂ ആണ് അവിടെ ഉള്ളത്. ഇതുണ്ട്, ചെന്നപ്പോൾ തന്നെ കണ്ട ഊനാലാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തി എല്ലാം കൂടി, ഇവരും മേഡൂസ് എല്ലാം കൂടി ഊനാലയിലുള്ള അതിക്രമമായിരുന്നു ആദ്യം തന്നെ കണ്ടത്. കണ്ടോ, എന്നെ കണ്ടിട്ട് പൂച്ച വരെ ഓടിപ്പോയി. അത്രയും വേഗത്തിലാണ് ആ ഊനാല ആടാൻ തന്നെ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇന്നത്തെ വരവിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, കുറേ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, റീൽ എടുക്കണം, പിന്നെ കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം, ഏബനും ഏടനും കുറേ സ്ഥലം കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഇന്നത്തെ ഇരിക്കുന്നത്. കുറേ നാളായി ഞങ്ങളുടെ ആൻറ്റി പറയുന്നു, ഈ സ്ഥലത്തേക്ക് വാ, നിനക്ക് വീഡിയോസിന് പറ്റിയ അടിപൊളി സ്ഥലമാണ്, നമുക്ക് വീഡിയോ വഴി എല്ലാവരും കാണിച്ചു കൊടുക്കാമല്ലോ എന്നും കരുതി അങ്ങ് ഇറങ്ങിയാട്ടോ. എന്ത് രസമാണല്ലോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. നമ്മുടെ കല്ലഞ്ചേരിയിലാണെങ്കിലും കാണാൻ ലുക്കാണ്, പക്ഷേ അതുപോലെ വേറെ ലെവലാണ് ഈ സ്ഥലം. കണ്ടോ, ഇവരൊക്കെയാണ് എൻ്റെ കസിൻസ്, അനിയത്തി, ആൻറ്റി, ഏബൂസ്, ഏഡൂസ് എല്ലാവരും തന്നെയുണ്ട്. പക്ഷേ ഇവിടെ മാത്രമല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കും കൂടി ഇന്ന് പോകുന്നുണ്ട്. വഴിയെ കാണാൻ നമുക്കത് എങ്ങോട്ടാണെന്ന്. ഊനാല കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരൊക്കെ മാറ്റി നിർത്തി, പിന്നെ വലിയ ആൾക്കാർ അങ്ങോട്ട് ആടാൻ തുടങ്ങി. ഏബൂസിനും ഏഡൂസിനും കുറച്ച് സമയം പോലും കൊടുത്തില്ല ആടാനായിട്ട്. ഞാനും ഏബൂനും എല്ലാവരും കൂടി തകർത്തങ്ങോട്ട് ആടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപാര റീലെടുപ്പായിരുന്നു. എല്ലാവരും കൂടി റീൽസൊക്കെ എടുത്തു. നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കൂടുമ്പോൾ ഇത് തന്നെയാട്ടോ നമ്മുടെ പരിപാടി. ഫോട്ടോ എടുക്കും, റീൽസും ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോവും. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതെല്ലാം ഫോട്ടോസ് എടുക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കുള്ള പോക്കായിരുന്നു. ഓട്ടോയിലാണ് പോകുന്നത്. ആൻറ്റിയുടെ ഓട്ടോയാണ്, ആൻറ്റി ഓട്ടോ ഓടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി എപ്പോഴും പറയുന്ന ആ സ്ഥലത്തേക്കുള്ള യാത്രയാണിത്. പള്ളുരുത്തിയിൽ തന്നെയാണ് പോകുന്നത്. ഫേമസ് ആണ് സ്ഥലം. കളത്തറയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. കളത്തറയിലേക്കുള്ള പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കളത്തറയിലേക്കുള്ള യാത്രയിൽ അവിടെ എത്തിയിരിക്കുകയാണ്. കുറച്ച് നേരം കൂടി പോയാലേ ആ സ്ഥലത്തോളൂ കാണാനായിട്ട്. ആൻറ്റി ഇപ്പോൾ അപ്പുറത്തെ ഒരു സ്ഥലം കാണിച്ചു തന്നു. അത് കരി എന്നാണ് പറഞ്ഞത്. അത് ഇതാണ് കേട്ടോ കരി. കുമ്പളങ്ങിനായിട്ട് ഫിലിമിൽ ആ സ്ഥലം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, പിന്നീട് ഒരിക്കൽ പോകുന്നതാണ്, അതിൻ്റെ വീഡിയോസ് എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ സ്ഥലം എത്തും. നമ്മൾ ചെന്നപ്പോൾ മഴയൊക്കെ ഒരുവിധം ഒതുങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് അവിടെ എത്തിയപ്പോഴേക്കും മഴയെല്ലാം തന്നെ പോയായിരുന്നു. ഏടപ്പന് ഇങ്ങനെ പുഴയിലൂടെ ഇവിടെ കൂടെ ഒക്കെ പോകാൻ പേടിയില്ലാത്തതുകൊണ്ട് അവൻ ധൈര്യമായിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ചെന്നപ്പോൾ തന്നെ ഒരുപാട് ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു ഈ സ്ഥലം കാണാനായിട്ട്. കിടിലൻ സ്ഥലമായതുകൊണ്ട് ഫാമിലീസ് എല്ലാവരും തന്നെ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കൂടുതൽ കാണാനുള്ളത് ഇതുപോലെ കൂട് കൃഷികളും അതുപോലെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ.
ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് തന്നെ ഈ ബോട്ടിങ്ങിനായിട്ടാണ്. ഒരാൾക്ക് മിനിമം 500 രൂപയ്ക്കായിട്ട് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങൾ അതിലൊന്നും കയറിയില്ല, നമ്മൾ കാണാൻ മാത്രമേ നിന്നുള്ളൂ. നല്ല മഴക്കാർ വന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നതാണ്. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ആൾക്കാരെല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ചൂണ്ടയായിട്ട് വന്ന് ഇവിടെ നിന്ന് നിരയായിട്ടൊന്നും ചൂണ്ടയിടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും കണ്ടു നിൽക്കാൻ നമുക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.